بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا ولما رأى المؤمنون الأحزاب قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم إلا إيمانا وتسليما من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا ليجزي الله الصادقين بصدقهم ويعذب المنافقين إن شاء أو يتوب عليهم إن الله كان غفورا رحيما. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ഒരു സത്യവിശ്വാസി പ്രഭാതത്തിൽ ഉണർന്ന് മസ്ജിദിൽ ഇബാദത്തിന് വേണ്ടി എത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഇതിനു മുമ്പായി നാം വിശദീകരിച്ചത്. മസ്ജിദിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ദിനേന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രവേശിക്കുവാനുള്ള കേന്ദ്രമാണ് അല്ലാഹുവിന്റെ ഭവനങ്ങൾ. ആദ്യമായി ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടുന്നത് മുൻകാലത്ത് ഇല്ലാത്ത ഒരു പ്രത്യേകമായ ശ്രദ്ധ ഇക്കാലത്ത് ഈ ആധുനിക കാലഘട്ടത്തിൽ
പള്ളിയിൽ പ്രവേശിക്കുന്നതിന്റെ മുമ്പായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാവരുടെയും നിത്യ ജീവിതത്തിൽ നമ്മുടെ കൂടെ തന്നെ നാം എപ്പോഴും കരുതിക്കൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ നിശബ്ദമാക്കിയ ശേഷമായിരിക്കണം നാം അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്തുകൊണ്ടാണിത് പറയേണ്ടി വരുന്നത്? നല്ലൊരു വിഭാഗം ആളുകൾ ഇന്നും ആ കാര്യത്തെ സംബന്ധിച്ച് ശ്രദ്ധയില്ലാതെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾ അല്ലാഹുവിന്റെ മുമ്പിൽ വളരെയേറെ ആത്മാർത്ഥതയോടുകൂടി അവരുമായി മുനാജാത്ത് നടത്തുന്ന, സ്വകാര്യ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിമഹത്തായ നിസ്കാരം എന്ന് പറയുന്ന മഹത്തായ ഇബാദത്ത് ഫസാദാകുവാനുള്ള നിമിത്തമായി ഇന്ന് പലരുടെയും അശ്രദ്ധയും ആ വിഷയത്തിലുള്ള അവഗണനയും അനംഭാവവും കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അല്ലാഹുവിന്റെ ഭവനത്തിൽ വെച്ച് അല്ലാഹുവുമായി സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളെ ശല്യം ചെയ്യാതിരിക്കുവാൻ എല്ലാ സത്യവിശ്വാസികളും വളരെയേറെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. റബ്ബുമായുള്ള അമൂല്യമായ ആ നിമിഷങ്ങളിൽ താഴെ അല്ലാഹു തആല വിശദീകരിക്കുന്ന ഈ ആയത്തിൽ നമ്മളും ഉൾപ്പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല മൊത്തത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വല്ലദീന യുഊനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ബിഗൈരി മക്തസബൂ ഫഖദ് ഇഹ്തമലൂ ബുഹ്താനൻ വഇസ്മൻ മുബീനാ. സത്യവിശ്വാസികളായ പുരുഷന്മാരെയും സത്യവിശ്വാസിനികളായ സ്ത്രീകളെയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവർ, ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവര് പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, വിശ്വാസികൾ അവരുടെ ഭാഗത്തു നിന്നുള്ളതല്ലാത്ത രൂപത്തിലുള്ള ശല്യങ്ങൾ നേരിടുന്നതുമായി ഈ ആയത്തുകളെല്ലാം വിപുലമായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വളരെയേറെ പാപകരമായ സംഗതിയാണത് ചെയ്യുന്നവർ അവരുടെ ഈ പ്രവർത്തനത്തിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഗുരുതരമായി വിശ്വാസികളെയും വിശ്വാസികളെയും ഏത് വിധത്തിലുള്ള ദ്രോഹം ചെയ്യുന്നവരെയും ശക്തമായ നിലയ്ക്ക് അല്ലാഹു ഈ വചനത്തിലൂടെ താക്കീത് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പടച്ചറബിന്റെ ഭവനങ്ങളിലേക്ക് കയറുന്നതിന്റെ മുമ്പ് ഇന്ന് നമ്മൾ മുമ്പുള്ളത് പോലെയല്ല ഇന്ന് ഉറപ്പുവരുത്തേണ്ട സംഗതി എന്താണ്? താൻ കൈവശം കൊണ്ടു നടക്കുന്ന ഈ മൊബൈൽ ഫോൺ അത് സൈലന്റ് മോഡിലാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഓഫാക്കിയിട്ടുണ്ടോ? അതിന് വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല, അത് ഓഫാക്കാതെ അതല്ലെങ്കിൽ സൈലന്റ് ആക്കാതെ പള്ളിയിൽ പ്രവേശിച്ച് അതിൽ നിന്ന് സാധാരണ നിലക്കുള്ള ഒരു റിംഗ് ടോണാണ് വരുന്നതെങ്കിൽ പോലും വിശ്വാസികളുടെ ശ്രദ്ധ പടച്ച റബ്ബുമായുള്ള മുനാജാത്തിനിടയിൽ അവന്റെ മനസ്സിന്റെ ശ്രദ്ധ തെറ്റിപ്പിക്കുന്ന തരത്തിൽ ഒരു വലിയ കുറ്റമായി അത് മാറുകയാണ്. ആരും അതത്ര ഗൗനിക്കുന്നില്ല ഈ കാലഘട്ടത്തിൽ. എല്ലാവരും പറയുന്നു മറവി എല്ലാവർക്കും സംഭവിക്കൂലേ എന്നാണ്. അങ്ങനെ ഒരു മറവി സംഭവിക്കൂലേ, സ്വാഭാവികമല്ലേ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറേണ്ടുന്ന ഒരു വിഷയമല്ല ഇത്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ഉറപ്പുവരുത്തണം, ഞാൻ കാരണം ഒരു വിശ്വാസിയുടെ നമസ്കാരത്തിൽ അല്ലാഹുവുമായുള്ള അവന്റെ മുനാജാത്തിൽ അവന്റെ ആ സ്വകാര്യ സംഭാഷണത്തിനിടക്ക് അവന്റെ അമൂല്യമായ തന്റെ നാഥനുമായുള്ള ആ ശ്രദ്ധ തിരിക്കുന്ന ഒരു കാര്യം എന്നിൽ നിന്നുണ്ടായിത്തീർന്നാൽ, ഞാൻ കാരണം അത് സംഭവിച്ചാൽ ഗുരുതരമായ വലിയ രൂപത്തിലുള്ള അബദ്ധത്തിന്റെ തിന്മയാണ് എന്റെ റിക്കാർഡിൽ വരവ് ചേർക്കപ്പെടുക എന്ന് ഓരോ സ്ത്രീ പുരുഷന്മാരും വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണ ഒരു ഫോൺ അടിക്കുന്ന റിംഗ് ടോൺ ആണെങ്കിലാണ് ഈ പറഞ്ഞത്. ഇനി അത് ഒരു മ്യൂസിക് കൂടിയാണെങ്കിലോ? ഇന്ന് മഹാഭൂരിപക്ഷം ആളുകളുടെയും കൈകളിൽ ഉള്ള ഫോണുകളിൽ എല്ലാവരും നിന്നതൊരു നിസ്സാരമായി ഇപ്പോഴും കാണുകയാണ്. മ്യൂസിക് അത് നമുക്ക് നിഷിദ്ധമായ സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനാൽ വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്ന് അറിയാത്തവരല്ല മഹാഭൂരിപക്ഷം ആളുകളും.
ഈ രംഗത്ത് നമുക്ക് ആളുകളെ പലതരക്കാരായി കാണുവാൻ സാധിക്കുന്നു. ഒരു കൂട്ടം ആളുകൾക്ക് അറിയാം അത് ഹറാമ് തന്നെയാണ്. എന്നാലും അവർ അതൊരു നിസ്സാരമായി കണ്ടുകൊണ്ട് അവരുടെയൊക്കെ ഫോണുകളിൽ ആ തരത്തിലുള്ള സംഗീതത്തിന്റെ റിംഗ് ടോണുകൾ ഇപ്പോഴും അവർ കൊണ്ടു നടക്കുന്നു. വേറൊരു വിഭാഗം ആളുകൾ അവരത് ഹറാമെന്ന് അംഗീകരിക്കുന്നില്ല. എന്ത് ഹറാമ്? ഈ കാലഘട്ടത്തിൽ തോന്നുന്നതൊക്കെ ഹറാമാക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ആരോ ഒരു പുതിയ തലമുറ, ഏതോ ഒരു പുതിയ ചിന്താഗതിക്കാര് ഇറങ്ങിയിട്ട് അവരിതാ സമൂഹത്തിന്റെ ആസ്വാദന മേഖലകളെ മുഴുവൻ കൂച്ചുകൊണ്ടിട്ടുകൊണ്ട് ഇസ്ലാമിനെ ഒരു വരണ്ട തത്വസിദ്ധാന്തമാക്കി അവതരിപ്പിക്കുന്നു. മനുഷ്യർക്കൊരൽപ്പം പോലും ആസ്വാദനത്തിനുള്ള വക കൊടുക്കാതെ ഇസ്ലാമിലെ അനുവദനീയതകളെ പോലും നിഷിദ്ധങ്ങളാക്കി മാറ്റിവെച്ചുകൊണ്ട് സമുദായത്തിന്റെ മേൽ തീവ്രമായ എന്തോ ചില ചിന്താഗതികൾ അടിച്ചേൽപ്പിക്കുന്ന ചില ചെറുപ്പക്കാരിപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്ന രൂപത്തിൽ പലരും അത് ഹറാമല്ല, അത് ആസ്വദിക്കാവുന്നത് തന്നെയാണെന്ന് വാശിയോടുകൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഇസ്ലാം എന്ന് പറയുന്നത് നമുക്ക് വാശി നടപ്പിലാക്കാനുള്ള മേഖലയല്ല, ആരോടെങ്കിലും പകതീർക്കാനുള്ള മേഖലയല്ല. ഇസ്ലാം എന്ന് പറയുന്നത് പ്രമാണങ്ങളാണ്. വഹീന്റെ അടിസ്ഥാനത്തിലാണ് ഹലാൽ ഹറാമുകൾ തീരുമാനിക്കപ്പെടേണ്ടത്. എന്റെ ഇഷ്ടമോ അനിഷ്ടമോ അല്ല ഒരു കാര്യം നിഷിദ്ധമോ അനുവദനീയമോ എന്ന് തീരുമാനിക്കുവാനുള്ള മാനദണ്ഡം. ഞാൻ മുമ്പ് കാലം മുതൽക്കേ ആസ്വദിച്ചു വന്നൊരു കാര്യമാണ് എന്നതല്ല ഒരു കാര്യത്തിന്റെ അനുവദനീയതക്കുള്ള മാനദണ്ഡം. അതല്ലെങ്കിൽ സമൂഹത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ എന്നതും ഒരു കാര്യം അനുവദനീയമാക്കുവാനുള്ള മാനദണ്ഡമായി ഈമാനുള്ള മനുഷ്യന്മാർ കാണാവതല്ല. മറിച്ച് അവൻ എന്താണ് നോക്കേണ്ടത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ ദൂതനാണ് നിങ്ങൾക്കുള്ള മാതൃക എന്ന് പഠിപ്പിക്കപ്പെട്ട ഇസ്ലാം, ആ ഇസ്ലാമിന്റെ പ്രവാചകൻ നിങ്ങൾക്ക് എന്തെന്ന് കൊണ്ടുവന്നതോ അത് നിങ്ങൾക്ക് അനുവദനീയമാണ്. ആ പ്രവാചകൻ നിങ്ങളോട് എന്തെന്ന് വിരോധിച്ചുവോ അത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്. അതേ സമൂഹം ഭൂരിപക്ഷം ചെയ്താലും ഭൂരിപക്ഷം അതിന്റെ ആളുകളാണെങ്കിലും ഇസ്ലാമിക പ്രമാണത്തിൽ എന്താണോ ഉള്ളതെങ്കിൽ അത് കണിശമായി പാലിക്കലാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഡ്യൂട്ടി. കാരണം എന്താ? നമ്മുടെ മരണ നേരത്ത് നമ്മുടെ റൂഹ് പിടിക്കാൻ വരുന്ന മലായിക്കത്തുകളുടെ മുമ്പിൽ കിടന്നു കൊടുക്കുമ്പോൾ നാം ഒറ്റയ്ക്കാണ്. ആ വേദന അനുഭവിക്കാൻ ഒറ്റയ്ക്കാണ്. ഖബറിൽ പോയി കിടക്കുമ്പോൾ മലക്കുകളുടെ ചോദ്യോത്തര മേഖലയിൽ നാം ഒറ്റയ്ക്കാണ്. ഖബറിലെ രക്ഷാശിക്ഷകൾ അനുഭവിക്കേണ്ടത് ഒറ്റയ്ക്കാണ്. പരലോക കോടതിയിൽ, റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്ന നാളിൽ തന്റെ കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്വ ബോധത്തോട് മറുപടി പറയേണ്ട ബാധ്യത ഓരോരുത്തർക്കുമാണ്. അവിടെ നിന്ന് രക്ഷിക്കാൻ പാർട്ടിക്കാരില്ല, ഗ്രൂപ്പുകാരില്ല, സംഘടനാ നേതാക്കളില്ല, ഭൂരിപക്ഷം ആളുകളില്ല, ഇഷ്ടപ്പെട്ടവരെന്ന് നമ്മൾ കണക്ക് കൂട്ടിയവരൊന്നുമില്ല. അവിടെ നമുക്ക് തുണയായി നമ്മുടെ ഖബറിലും നമ്മുടെ പരലോകത്തും നമുക്ക് രക്ഷക്കെത്തുന്നത് പ്രമാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് നാം എന്ത് അമല് ചെയ്തുവോ അത് മാത്രമായിരിക്കും എന്നെന്റെ ശ്രോതാക്കളെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യം സൂചിപ്പിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഹയിലൂടെ അതേ അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പഠിപ്പിച്ചു കൊടുത്ത നിയമങ്ങളിലൂടെ മുസ്ലിം പഠിച്ചു വെച്ചതാണ് നിഷിദ്ധമായ സംഗതിയാണ് സംഗീതോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള മ്യൂസിക് സംവിധാനം എന്നത്. എന്ന് പറയാൻ കാരണം ഇന്നും പല ആളുകളും പരിഹാസത്തോടുകൂടെ ചോദിക്കാണ്, നിങ്ങൾ കുറച്ച് ആൾക്കാർ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പണ്ട് കാലത്ത് നമ്മുടെ ആളുകളൊക്കെ ആസ്വദിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തീരെ അനുഭവിച്ചുകൂടാ, ആസ്വദിച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞ് എല്ലാം നിഷിദ്ധാക്കി ഇസ്ലാമിനെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, വളരെ വിനയത്തോടുകൂടി നമ്മൾ ചിന്തിക്കുക. മഹാനായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, സഹീഹുൽ ബുഖാരിയിൽ എന്ന ഹദീസാണ്.
ബുഖാരിയിൽ വന്ന ഹദീസാണ്. അതിന്റെ അർത്ഥം എന്റെ സമുദായത്തിൽ ചില ആളുകൾ വരുന്നതെന്ന് ചെയ്യും. എന്തായിരിക്കും ആ പിൽക്കാലത്ത് വരുന്ന സമൂഹത്തിന്റെ നിലവാരം? എന്തായിരിക്കും? യസ്തഹില്ലൂന, അവർ ഹലാലാക്കി കൊടുക്കുന്നതാണ്. അവർ അനുവദനീയമാണെന്ന് പ്രഖ്യാപിക്കും. അവരനുവദിച്ചു കൊടുക്കുന്നതാണ്. എന്തിനേക്ക് അനുവദിച്ചു കൊടുക്കും? അൽ ഹിറ, ഹിറ എന്ന് പറഞ്ഞാൽ വ്യഭിചാരം എന്നാണ് അർത്ഥം. വൽ ഹരീറ, പട്ടുവസ്ത്രം എന്നാണ് അർത്ഥം. വൽ ഖംറ, മദ്യം എന്നതാണ് അർത്ഥം. വൽ മആസിഫ്, സംഗീതോപകരണങ്ങൾ, വാദ്യോപകരണങ്ങൾ എന്നാണ് അർത്ഥം. 4 എണ്ണം ഒരൊറ്റ വചനത്തിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ 4 എണ്ണം നിഷിദ്ധമാക്കിയ കാര്യമാണെന്ന് ഈ ഒരൊറ്റ ഹദീസ് കൊണ്ട് നമുക്ക് തെളിഞ്ഞില്ലേ പ്രിയമുള്ളവരെ? എന്താ കാരണം? ആ ഹദീസിന്റെ പ്രാരംഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച ശൈലി എന്താണ്? യസ്തഹില്ലൂന, ഹലാലാക്കി കൊടുക്കും. ഹലാലാണെന്ന് പറയുന്നൊരു വിഭാഗം വരും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഹറാമിനെ അല്ലേ ഹലാലാക്കൽ വരിക? ഹലാലായ ഒരു സംഗതിയെ പിന്നൊന്ന് ഹലാലാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഈ എണ്ണി പറയാൻ പോകുന്ന 4 നിഷിദ്ധമാണ് അതിന്റെ അർത്ഥം. 4 എണ്ണം ഒന്നിച്ചാ പറഞ്ഞത്. ഏതൊക്കെ പറഞ്ഞു? ആദ്യം പറഞ്ഞു വ്യഭിചാരം. ആർക്കെങ്കിലും തർക്കമോ? നിഷിദ്ധാണ്, ആർക്കും തർക്കല്ല. രണ്ടാമത് പറഞ്ഞു പട്ടുവസ്ത്രം. ആർക്കെങ്കിലും തർക്കമുണ്ടോ? പുരുഷ വർഗത്തിന് അല്ലാഹു നിഷിദ്ധമാക്കിയതാണ് സിൽക്ക് വസ്ത്രം, പട്ടുവസ്ത്രം. ആർക്കും അതിൽ തർക്കമില്ല. മൂന്നാമത് പറഞ്ഞത് എന്താണ്? ലഹരി, ഖംർ. അത് ആർക്കെങ്കിലും തർക്കമുണ്ടോ പ്രിയമുള്ളവരെ? ഇല്ല, എല്ലാവരും സമ്മതിക്കും ലഹരി നിഷിദ്ധമാണ്. ഈ 3 എണ്ണത്തിന്റെ കൂടെ 4ാമതായി ചേർത്ത് പറഞ്ഞതാണ് മആസിഫ്. മആസിഫ് എന്ന് പറഞ്ഞാൽ സംഗീതോപകരണങ്ങൾ, വാദ്യോപകരണങ്ങൾ, ആലാത്തുത്തറബ്, വിനോദത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിനോദോപകരണങ്ങൾ, സംഗീതോപകരണങ്ങൾ, വാദ്യോപകരണങ്ങൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുള്ളതും അധുനാധുന കാലഘട്ടത്തിൽ ഇന്ന് രംഗപ്രവേശം ചെയ്യപ്പെട്ടതുമായ ഒട്ടേറെ വാദ്യോപകരണങ്ങളും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഇവയുടെയൊക്കെ ഉപയോഗം ഇത് നിഷിദ്ധമാണ് ഇസ്ലാമികമായി. എന്നാൽ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്ന ആളുകൾ പിൽക്കാലത്ത് വരിക തന്നെ ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിരിക്കുന്നത്. അപ്പൊ ആ പ്രവചനം പുലരണമല്ലോ. ആ പ്രവചനം പുലർന്നു കഴിഞ്ഞു. മുസ്ലിമീങ്ങളെന്ന് പറയുന്ന, ഇസ്ലാമിക സംഘടനകളെന്ന് പറയുന്നവർക്ക് പോലും സംഗീതം, അത് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട്, താളമേളങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അത്തരത്തിലുള്ള സംഗീതങ്ങളെ അനുവദനീയമാണെന്ന് ഫത്വകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇനി പലരും പലതിന്റെയും പേരിൽ അനുവദിക്കുന്ന ഒരു കാലഘട്ടം വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ വാശിയുടെ പ്രശ്നമില്ല. ഇവിടെ ഗ്രൂപ്പിന്റെയോ വിഭാഗീയതയുടെയോ സംഘടനാ പക്ഷപാതിത്വത്തിന്റെയോ പ്രശ്നമല്ല. നമുക്ക് നമ്മുടെ പരലോകം രക്ഷപ്പെടണോ? നമ്മുടെ ഖബർ ജീവിതം രക്ഷപ്പെടണോ? നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് സത്യം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ പറയുന്നത് എന്താ? അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ, നിശ്ചയമായും മുഹമ്മദ്, റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്താ നമ്മളാ പറയുന്നതിന്റെ ഉദ്ദേശം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂലാണ് നമ്മൾ അംഗീകരിച്ചിട്ട് വേണം ആ സത്യം അവിടെ നിലനിൽക്കാൻ? വേണ്ട. പിന്നെ എന്താ പറയുന്നതിന്റെ അർത്ഥം? നമ്മളിപ്പോ അള്ളാന്റെ റസൂല് റസൂലല്ല എന്ന് പറഞ്ഞാലും നമുക്ക് പോയെന്നല്ലാതെ അള്ളാന്റെ റസൂല് റസൂൽ അല്ലാതായി മാറോ? ഇല്ല. പിന്നെ എന്തിനാ നമ്മളെ കൊണ്ടത് പറയിപ്പിക്കുന്നത്? ഇതാ മുസ്ലിമെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാനും നിങ്ങളും അത് പറയുന്നത് എന്തിനാ? ഞാൻ എന്റെ മനസ്സിനെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, മുഹമ്മദ് ഒരു സാധാരണ മുഹമ്മദ് അല്ല, അള്ളാന്റെ റസൂലാ. അള്ളാന്റെ റസൂലാകുമ്പോ അള്ള വഹി അറിയിച്ചു കൊടുത്തിട്ടാണ് അവിടുന്ന് നമുക്ക് ദീൻ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ആ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന എല്ലാ ഹദീസുകളും അള്ള പറയാൻ പറഞ്ഞിട്ടാ പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ സത്യമാണ്, അതൊക്കെ ഞാൻ അംഗീകരിക്കും, അതിനെയൊക്കെ ഞാൻ പിൻപറ്റും. അതിൽ പറഞ്ഞ ഒരു കാര്യത്തെയും ഞാൻ നിഷേധിക്കുകയില്ല, തള്ളിക്കളയുകയില്ല, പരിഹസിക്കുകയില്ല, അവഗണിക്കുകയില്ല. ഈ പ്രഖ്യാപനമാണ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്
എന്നതിലൂടെ ഓരോ വിശ്വാസിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രഖ്യാപനത്തോട് നമുക്ക് കൂറുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആരെത്ര പരിഹസിച്ചാലും എതിർത്താലും നമ്മുടേതായ ജീവിത കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഉപകരണങ്ങളിൽ ഇത്തരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് അരുതെന്ന് പറഞ്ഞിട്ടുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ശബ്ദങ്ങൾ, അതാണല്ലോ സംഗീതങ്ങൾ, നമുക്ക് പാടില്ല. നമ്മളത് ഒഴിവാക്കണം. നമ്മുടെ ഫോണുകളിൽ നിന്ന് ഒഴിവാക്കണം. നമ്മുടെ റിംഗ് ടോണുകൾ അതായിക്കൂടാ. എല്ലാവരും ശ്രദ്ധിക്കാനാ പറയുന്നത്. ഞാനും ശ്രദ്ധിക്കണം, നിങ്ങളിൽ ഓരോരുത്തരും ശ്രദ്ധിക്കണം, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും ശ്രദ്ധിക്കണം. ഇന്ന് ഒരു വീട്ടിൽ 4, 5, 6 മെമ്പർമാരുണ്ടെങ്കിൽ എല്ലാവരുടെ കൈകളിലും നിന്ന് ആളെണ്ണം ഓരോ മൊബൈലുണ്ട്. ആ മൊബൈലുകളിലൊക്കെ സംഗീതത്തിന്റെ റിംഗ് ടോണുകളാണെങ്കിൽ, ഇതുവരെ അങ്ങനെ സംഭവിച്ചു പോയതിൽ അല്ലാഹുവോട് മനസ്സറിഞ്ഞ് പശ്ചാത്തപിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള റിംഗ് ടോണുകൾ, അതെ, എനിക്കെന്റെ നാഥൻ അനുവദിച്ചു തന്ന, അതല്ലെങ്കിൽ ആ സാധാരണ നിലക്കുള്ളതിന്റെ ബെല്ലടി ആ രൂപത്തിൽ എന്താണെങ്കിൽ മാറ്റിമറിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ പരലോക രക്ഷയ്ക്ക് നിദാനമായ ഒരു കാര്യമായി വളരെ വിനയത്തോടുകൂടി എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ ഈ മ്യൂസിക്കുമായി കയറുന്ന ആളുകൾ അതടിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഭവനത്തിന്റെ പരിശുദ്ധിയാണ് നമ്മൾ കളങ്കപ്പെടുത്തുന്നത്. ഏതാണ് പടച്ച റബ്ബിന്റെ ഭവനം? ഫീ ബൂത്തിൻ അദിനല്ലാഹു അൻ തുർഫ വയദ്കറ ഫീഹി ഇസ്മുഹു. അല്ലാഹുവിന്റെ നാമം ഉയർത്തപ്പെടാൻ വേണ്ടി, അല്ലാഹുവിന്റെ നാമം സ്മരിക്കപ്പെടുന്ന പ്രത്യേകമായി അതിനു വേണ്ടി ഉയർത്തപ്പെടുന്ന അല്ലാഹുവിന്റെ ഭവനങ്ങൾ, ആ ഭവനത്തിന്റെ പരിശുദ്ധിക്ക് ഈ വിശുദ്ധമായ സംഗതി, അവിടെ ആ സംഗീതം ആ പള്ളിയിൽ കേൾപ്പിക്കുന്ന നാം കാരണക്കാരനാകുന്നുവെങ്കിൽ അത് നമുക്ക് നന്മയാകുമോ പ്രിയമുള്ളവരെ, അതോ തിന്മയായി മാറുമോ? ആലോചിക്കേണ്ടതുണ്ട്. കാരണം എന്താ? അനുവദിക്കപ്പെട്ട ഒരു കാര്യം പോലും, ഒരാവശ്യക്കാരന്റെ ഒരാവശ്യം പോലും, ചില കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പള്ളിയിൽ വെച്ച് പറഞ്ഞുകൂടാ എന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, മൻ സമിഅ റജുലൻ യൻശുദു ളാല്ലത്തൻ ഫിൽ മസ്ജിദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സമിഅ റജുലൻ യൻശുദു ളാല്ലത്തൻ ഫിൽ മസ്ജിദി ഫൽയഖുൽ ലാ റദ്ദഹല്ലാഹു അലൈക ഫഇന്നൽ മസാജിദ ലം തുബ്ന ലിഹാദാ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? നമ്മൾ ചിന്തിക്കാനാ പറയുന്നത്. മൻ സമിഅ റജുലൻ, ആരെങ്കിലും ഒരാളെ കേട്ടാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആരെങ്കിലും ഒരാളെ കേട്ടാൽ എന്താണ് ചെയ്യുന്നത്? യൻശുദു ളാല്ലത്തൻ ഫിൽ മസ്ജിദി, അയാളുടെ എന്തോ ഒരു വസ്തു കളഞ്ഞു പോയിട്ടുണ്ട്, അയാളുടെ ഏതോ ഒരു വസ്തു വീണുപോയിട്ടുണ്ട്. ആ വീണുപോയ കളഞ്ഞുപോയ വസ്തുവത അയാൾ പള്ളിയിൽ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നു. ആർക്കെങ്കിലും കിട്ടിയോ? എന്റെ മൊബൈൽ കിട്ടിയോ? എന്റെ പേന കിട്ടിയോ? അല്ലെങ്കിൽ എന്റെ ഒരു പേപ്പർ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ ഒരു ചാവി പോയിട്ടുണ്ട്. ഇങ്ങനെ എന്തോ നഷ്ടപ്പെട്ടു പോയ ഒരു വസ്തു പള്ളിയിൽ വെച്ച് അതിങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരാളെ കണ്ടാൽ ഫൽയഖുൽ, അയാളോട് അവൻ പറയട്ടെ, ലാ റദ്ദഹല്ലാഹു അലൈക, അല്ലാഹ് നിനക്കത് മടക്കി തരാതിരിക്കട്ടെ, അല്ലാഹ് നിനക്കത് മടക്കി തരാതിരിക്കട്ടെ എന്ന് പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. എന്താ കാരണം? എന്താ അവിടെ കാരണം പറഞ്ഞത്? ഫഇന്നൽ മസാജിദ ലം തുബ്ന ലിഹാദാ, നിശ്ചയമായും പള്ളികൾ ഇതിനു വേണ്ടി എടുക്കപ്പെട്ടതല്ല. പള്ളികൾ അവനാന്റെ സാധനം കളഞ്ഞു പോയാൽ അത് ചോദിക്കാനുള്ള സ്ഥലമല്ല. ഒരു വസ്തു കളഞ്ഞു പോയാൽ അത് കിട്ടിയോ, വല്ലവർക്കും കിട്ടിയോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കാനുള്ളതല്ല അള്ളാന്റെ പള്ളികൾ. അത് അതിനു വേണ്ടി ഉണ്ടാക്കിയതല്ല. അത് ഉണ്ടാക്കിയ ലക്ഷ്യത്തിന് ഈ ചോദ്യവും ഈ അന്വേഷണവും എന്താണ്? വിരുദ്ധമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമുക്കിപ്പോൾ ഇതിൽ വല്ലതും ആലോചിച്ച് എന്താ ഇപ്പോൾ ഈ പറയുന്നത്? ഒരു സാധനം കളഞ്ഞു പോയാൽ കിട്ടിയോ എന്ന് പള്ളിയിൽ നിന്ന് ചോദിച്ചുകൂടാന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പറ്റൂലാന്ന്. പുറത്തിറങ്ങി ചോദിച്ചോന്ന്. പള്ളിൻ്റെ പുറത്ത് അവിടുന്ന് ഒരു ചോദിക്കാവൂ എന്ന് ഇസ്ലാം പറയുമ്പോൾ, അനുവദിക്കപ്പെടുന്ന ഒരു സംഗതി, നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി വരുന്ന ഒരു കാര്യം പോലും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വെച്ച്
ഈ സന്ദർഭത്തിൽ ചോദിക്കരുതെന്ന് പറയുമ്പോൾ, അതുപോലും പള്ളിക്കകത്ത് വേണ്ട പുറത്തു വെച്ചേ ആകാവൂ എന്ന് പറയുമ്പോൾ, ഹറാമായ ഈ സംഗീതത്തിന്റെ ശബ്ദം മസ്ജിദിന്റെ അകത്ത് കേൾപ്പിക്കാൻ കാരണമായി തീരുന്ന മൊബൈലുമായിട്ട് പള്ളിയിലേക്ക് കയറിപ്പോകുന്നവൻ എത്ര ഗുരുതരമായ അബദ്ധമാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആലോചിക്കണം. അപ്പൊ പള്ളി എന്ന് പറഞ്ഞാൽ നമ്മളെ മ്യൂസിക് കേൾപ്പിക്കാനുള്ള സ്ഥലമല്ല. പള്ളി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമല്ല. ഇപ്പൊ സാധാരണ പലരും പറയും മറവി സംഭവിക്കാലോ. ശരി തന്നെയാണ്, മനുഷ്യനാണ്, മറവി സംഭവിക്കും. എന്നാൽ ഈ മ്യൂസിക്കിന്റെ തന്നെ റിംഗ് ടോൺ വെച്ചതോ അത് മറന്നിട്ടാണോ, അല്ല അത് മനഃപൂർവ്വം വെച്ചതാ? അതെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കൂടെ? അതൊഴിവാക്കി എന്ന് ഉറപ്പ് വരുത്തണം. എന്റെ മൊബൈലിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുതെന്ന് പറഞ്ഞ ആ ശബ്ദം എന്റെ മൊബൈലിൽ വേണ്ട, അതാദ്യം ഉറപ്പ് വരുത്തണം. പിന്നെ സാധാരണ റിംഗ് ടോൺ ആണ്. ചിലപ്പോൾ പള്ളിക്കകത്ത് കയറുമ്പോൾ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഓഫാക്കാൻ മറന്നു എന്ന് വരും. അങ്ങനെ മറന്നു എന്ന് വന്നാലോ, അതേ നമ്മൾ നിസ്സാരമായി കാണരുത്. എന്താ കാരണം? ഈ സംഗീതത്തെപ്പറ്റി മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന പഠിച്ചവരാണല്ലോ അവര്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വിവരിച്ചു തരുന്നത്, അൽ ഗിനാഉ യുൻബിത്തുൻ നിഫാഖ ഫിൽ ഖൽബി, ഹൃദയത്തിൽ കാപട്യം മുളപ്പിക്കുന്ന സാധനമാണ് സംഗീതം. മനുഷ്യന്റെ ഹൃദയത്തിൽ കാപട്യം എന്ന് പറയുന്ന രോഗം, നിഫാഖ് എന്ന് പറയുന്ന രോഗം മുളപ്പിക്കുന്ന പ്രതിഭാസമാണ് മ്യൂസിക് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ, നമുക്കതൊരു നിസ്സാരം. നിഫാഖ് എന്നിപ്പോൾ ഉണ്ടായി. എന്നാ നമ്മൾ ദുന്യാവിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ അത് അവഗണിക്കാറുണ്ടോ? ഒരു വിദഗ്ധനായ ഡോക്ടർ നമ്മോട് പറയാണെന്ത് സങ്കല്പിക്കുക. ഒരു വിദഗ്ധനായ ഡോക്ടർ നമ്മളോട് പറയുന്നു, നിന്റെ ഹൃദയമിടിപ്പിനെ തകരാറിലാക്കും ഈ ശബ്ദം നീ കേട്ടാൽ. ഒരു സംഗീതം കേട്ടാൽ നിന്റെ ഹൃദയത്തിന്റെ മിടിപ്പിനെ അത് ബാധിക്കും എന്നെങ്ങാനും ഒരു ഡോക്ടർ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും നിങ്ങളും പേടിച്ചു വിറക്കും. നമ്മൾ വളരെ ശ്രദ്ധിക്കും, വളരെ കൃത്യമായി തന്നെ നമ്മൾ അത് വേണ്ടെന്ന് വെക്കും. എന്നാൽ ഈ ഭൗതികമായിട്ട് ഹൃദയത്തിന് ബാധിക്കുന്ന രോഗത്തെക്കാൾ അപകടകരമായ രോഗമല്ലേ കാപട്യം എന്ന് പറയുന്നത്? ഹൃദയത്തിന് കാപട്യം മുളപ്പിക്കുന്ന മാധ്യമമാണ് മ്യൂസിക് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് പഠിച്ച സഹാബത്ത് അത്ര വളരെ നിസ്സാരമായിട്ടല്ല ഇക്കാര്യത്തെ കണ്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രല്ല സുഹൃത്തുക്കളെ, നമുക്ക് പടച്ചോന്റെ കാര്യത്തിലാകുമ്പോഴേ ഈ ഒരു അവഗണനയും അലസതയൊക്കെ ഉള്ളൂ. ഒരു ഭൗതികമായിട്ടൊരാളോട്, നമ്മളൊരു പ്രമുഖ വ്യക്തിയോട് നമ്മളൊരു കൂടിക്കാഴ്ചക്ക് ചെല്ലുകയാണെങ്കിൽ, ഒരു രാജാവാകട്ടെ, ഗവർണറാകട്ടെ, മന്ത്രിയാവട്ടെ, പ്രമുഖനായ ഒരാളുമായിട്ട് നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങി അയാളുമായിട്ട് നമുക്കൊരൽപ്പനേരം സംസാരിക്കാൻ വേണ്ടി നാം സമയവും സന്ദർഭവും തെരഞ്ഞെടുത്ത് അയാളുടെ മുമ്പിൽ എത്തുന്നതിന്റെ മുമ്പ് എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കും? അയാളെ മുമ്പ് നിന്റെ മൊബൈൽ റിംഗ് ടോൺ അടിക്കരുത്, അതുകൊണ്ട് സ്വിച്ച് ഓഫ് ആണോ, വളരെ ശ്രദ്ധിക്കും അല്ലേ? ഓരോ സ്ഥലത്തേക്ക് കയറുമ്പോൾ കോടതി നിയമ മൊബൈൽ ശബ്ദിച്ച ഫൈനാണ്. ഇപ്പൊ കോടതിയിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ പരിശോധിക്കും, കോടതിയിലേക്ക് കയറുന്നതിന്റെ മുമ്പ് പരിശോധിക്കും, സ്വിച്ച് ഓഫ് അല്ലേ, അല്ലെങ്കിൽ സൈലന്റ് മോഡൽ അല്ലേ, അല്ലെങ്കിൽ പ്രശ്ന. എന്താ ഭൗതികമായ ലോകത്തുള്ള ആ പേടി പോലും രാജാതിരാജനായ റബ്ബിന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ, അള്ളാഹുവിന്റെ പ്രത്യേകമായ ആദരിക്കപ്പെടുന്ന ഭവനത്തിന്റെ അകത്ത് അള്ളാഹുവിന്റെ മതചിഹ്നങ്ങൾ ആദരിക്കപ്പെടേണ്ടുന്നവ മുഴുവനും പടച്ച റബ്ബിന്റെ മതചിഹ്നങ്ങളാണ്. ആദരിക്കപ്പെടേണ്ടുന്ന സ്ഥാനങ്ങളിലും സന്ദർഭങ്ങളിലും മുഴുവനും ആദരവ് ആരെങ്കിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പെരുമാറുന്നുവെങ്കിൽ അതവരുടെ ഹൃദയങ്ങളിൽ ഭക്തിയുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ്. അപ്പൊ ഭക്തിയുള്ളവർക്കാണ് അതൊക്കെ ചെയ്യാൻ കഴിയുക, ഭക്തിയുള്ളവരാണ് അത് ശ്രദ്ധിക്കുക. ഇനി സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
വല്ലപ്പോഴും മനുഷ്യരല്ലേ മറന്നുപോയാൽ എന്ത് ചെയ്യണം? ചില ആൾക്കാരെന്ത് ചെയ്യും, അതിങ്ങനെ അടിക്കുന്നുണ്ടാവും, പാട്ട് പാടുന്നുണ്ടാവും, പോക്കറ്റിൽ കിടന്ന് പാൻസിന്റെ പോക്കറ്റിലുണ്ടാവും, അല്ലെങ്കിൽ എടുക്കാനേ തയ്യാറാവില്ല. എന്താ അവന്റെ മനസ്സിൽ? നിസ്കാരത്തിന്റെ ചലനത്തിലേൽപ്പെടാത്ത ഒന്നിലേറെ 3 ചലനങ്ങൾ ഉണ്ടായാൽ നിസ്കാരം ബാത്തിലാകും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ എടുക്കണം, ചലനം 1. അത് റിംഗ് ടോണ് അല്ലെങ്കിൽ സൈലന്റ് മോഡിലേക്ക് മാറ്റണം, പിന്നെ ചലനം 2. ഇനി അത് ചെയ്ത് വീണ്ടും അത് ഒന്നും കൂടി മാറ്റി തൽസ്ഥാനത്തേക്ക് വെക്കണം, ചലനം 3 കഴിഞ്ഞു, നിസ്കാരം ബാത്തിലാവും. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അതവിടെ അങ്ങനെ കിടന്നടിക്കട്ടെ. പറ്റൂല. എന്താണ് ചെയ്യേണ്ടത്? സ്വാഭാവികമായി നമ്മൾ അങ്ങനെ സംഭവിച്ചു, മറവി സംഭവിച്ചു, ഫോണതാ വരുന്നു, അടിയോടടിയാണ്. എന്താ ചെയ്യാ? എല്ലാവരും നിസ്കാരം ഫസാദിലായി, സർവ്വ മനുഷ്യന്മാരും എല്ലാവരും. നമ്മൾക്കാണ് അനുഭവം എന്ന് നമ്മളെ മനസ്സിലെന്താ വരിക? ഏത് ഹൈവാനാണ് ഈ പണി ചെയ്തത്? നമ്മളെ മനസ്സിലിങ്ങനെ വരിക, എന്തായി ചങ്ങായി ചെയ്ത്, പടച്ചോനെ എത്ര എല്ലാവരും നിസ്കാരം നല്ല, ചിലപ്പോൾ സുജൂദ് കിടന്ന്, ചിലപ്പോൾ ഒന്ന് ഖുശൂഅൊക്കെ കിട്ടി വരുന്നേ ഉണ്ടാവുള്ളൂ നമുക്ക്. അപ്പോഴാവും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത് നിന്ന്. ഉടനെ എടുത്ത് ഓഫാക്കണം. എവിടെയാണ് ഇരിക്കുന്നതെങ്കിലും അതെടുക്കുന്നതും അത് സൈലന്റ് മോഡിലാക്കുന്നതും അതല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുന്നതും തൽസ്ഥാനത്തേക്ക് അതിനെ മടക്കി വെക്കുന്നതിനും എത്ര ചലനം നിനക്ക് ചലിക്കേണ്ടി വന്നാലും അതാണ് നീ ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ നിസ്കാരങ്ങളൊക്കെ ഫസാദാക്കുന്ന ആ വലിയ പാപത്തേക്കാൾ, അതിനേക്കാൾ താരതമ്യേന നിനക്ക് നീ ചെയ്യേണ്ട കാര്യം, നിന്റെ ആ കാര്യത്തിൽ നീ ശ്രദ്ധിച്ച് വളരെ പെട്ടെന്ന് നീ അത് ഓഫാക്കാനുള്ള സംവിധാനം കാണണം. അതാ വേണ്ടത്, അതാണ് മനുഷ്യൻ അവിടെ ചെയ്യേണ്ടത്. അപ്പോ വളരെ കൃത്യമായി നാം ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ വിഷയം തന്നെ എന്താ? മുസ്ലിമിന്റെ ഒരു ദിവസം, നമ്മുടെ ഒരു ദിവസത്തിൽ നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് 100 കണക്കിന് ആളുകളുടെ നിസ്കാരത്തിൽ, തൻ്റെ നാഥനുമായിട്ടുള്ള സ്വകാര്യമായ സംഭാഷണത്തിൽ, അള്ളാഹുവുമായി താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വേളയിൽ അതിൻ്റെ പ്രത്യേകമായ മൂല്യത്തെ അറുത്ത് മുറിച്ച് നമ്മുടെ ശ്രദ്ധ പലതിലേക്കും തിരിച്ചുവിടാൻ കാരണമായി തീർന്നേക്കാവുന്ന ഈ പ്രത്യേകമായ ശബ്ദങ്ങൾക്ക് നമ്മുടെ ഒരു അലസതയും അവഗണനയും ഉദാസീനതയും നിമിത്തമായി പോയാൽ അതേ എത്ര പാപമാണ് നമ്മൾ ഏൽക്കേണ്ടി വരുന്നത്. നമ്മളിങ്ങനെ നിസ്സാരമായിട്ട് കാണുകയാണ്. നിസ്സാരമായിട്ടുള്ളൊരു സംഗതിയില്ല. സ്ഥിരം ഒരാൾ ചെയ്യുമ്പോൾ ഒരു കാര്യം നിസ്സാരാവില്ല, അത് ഗൗരവമായിട്ട് മാറും. എങ്ങനെയാണ്? പണ്ട് ഒരു കവി ചോദിച്ചിട്ടുണ്ട്, പർവ്വതങ്ങളെ നിങ്ങൾ നോക്കുന്നില്ലേ? ആ പർവ്വതങ്ങളൊക്കെ ഉണ്ടായി ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ടായിട്ടാ. സമുദ്രങ്ങളിൽ വെള്ളങ്ങളുണ്ടായി പല തുള്ളികളാണ് ആ പെരുവെള്ളമായി അവരെ. അപ്പൊ ഇത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന അള്ളാഹുവിന്റെ ഭവനം, ആ ഭവനം, അതിൽ പ്രവേശിക്കുന്നതിന്റെ മുമ്പേ ചെയ്യേണ്ട കാര്യപ്പോ ഈ പറഞ്ഞത്. ഇതൊക്കെ ഉറപ്പുവരുത്തി നമ്മളാൽ ആ പള്ളിയിൽ ഒരാൾക്കും ഒരു ശല്യുണ്ടാവാൻ പാടില്ല. ഇനി നമ്മൾ ആ പള്ളിയിലേക്ക് കാലെടുത്ത് വെക്കുന്നു, അതേ വലത് കാലെടുത്ത് വെച്ചുകൊണ്ട് ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പള്ളിയിലേക്ക് കടക്കേണ്ടത്. ഇതറിയാത്ത ആരും ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് അഭിപ്രായമല്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ പ്രശ്നം എന്താ? അറിയുന്നവർ തന്നെ ചെയ്യുന്നില്ല എന്നതാണ്. നമ്മൾ നിസ്സാരമായി ഗണിക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധ വെക്കണം. ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്വലാത്ത് സലാമുകൾ ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക, നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് മുമ്പിൽ നീ തുറന്നു തരണമേ. അള്ളാഹുവിനോട് അള്ളാഹിന്റെ റഹ്മത്തിന്റെ വീട്ടിലേക്ക്, റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു തരാൻ വേണ്ടി ആ മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് വേണം പ്രവേശിക്കാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് പുറത്തു കിടക്കുമ്പോഴും ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക, അല്ലാഹുവേ നിന്റെ ഔദാര്യങ്ങളിൽ നിന്ന്, നിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന്, നിന്റെ ഫദ്ലുകളിൽ നിന്ന് ഞാനിതാ നിന്നോട് യാചിക്കുന്നു, ചോദിക്കുന്നു. ഇതും പറഞ്ഞിട്ട് ആ പുറത്തേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. ശരി, പള്ളിക്കകത്തേക്ക് ഈ വലിയ ദുആയോടുകൂടി അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കും ഈ പ്രാർത്ഥനയോടെയാകുമ്പോൾ. കേവലം ഒരു സ്ഥലത്തേക്ക്, ഒരു ഷോപ്പിലേക്ക്, ഒരു ഹോസ്പിറ്റലിലേക്ക്,
വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് കയറി ചെല്ലുന്ന ലാഘവത്തോടുകൂടെ പോരാ. അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് കയറുമ്പോൾ ആ ഒരു അച്ചടക്കം വേണം, ആ ഒരു ഗാംഭീര്യം വേണം, ആ ഒരു പ്രത്യേകമായുള്ളൊരു മാനസികാവസ്ഥ വേണം. മസ്ജിദ് വളരെ വൃത്തിയായി പാലിക്കണം. അതുകൊണ്ടാണ് മസ്ജിദിലേക്ക് കയറുമ്പോ പള്ളിയിലേക്ക് പോകുന്നവനോട് നിന്റെ ജീവിതത്തിൽ നിനക്ക് ഭക്ഷിക്കൽ അനുവദനീയമായ ദുർഗന്ധം വമിക്കുന്ന ഉള്ളി തിന്നുകൊണ്ട് നീ പള്ളിയിലേക്ക് വരരുതെന്ന് പറഞ്ഞത്. എന്താ കാരണം? അവിടെ നിസ്കരിക്കാൻ വരുന്നൊരു മോമിനിന് നീ കാരണം ശല്യം ഉണ്ടാവാൻ പാടില്ല. മൊബൈലിന്റെ റിംഗ് ടോൺ മാത്രമല്ല, നിന്റെ നാറ്റം മുഖേനയും ചിലപ്പോൾ ശ്രദ്ധ കുറയും. കാര്യമായിട്ട് റുക്കുവിലും സുജൂദിലും കിടന്ന് ദുആ ചെയ്യാ. അപ്പോഴാ ഇപ്പുറത്തൊരുത്തന്റെ വായ നാറുകയാണ്. അവൻ സിഗരറ്റ് വലിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ബീഡി വലിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവനിൽ എന്തോ ദുർഗന്ധമുണ്ട്, അവന്റെ വിയർപ്പ് ഗന്ധമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പള്ളിയിലേക്ക് പോകുമ്പോൾ നിസ്കാരത്തിന്റെ അവസരത്തിലൊക്കെ തീബ് ഉപയോഗപ്പെടുത്താൻ എന്തിനാ പറയുന്നത്? നല്ല സുഗന്ധത്തോടെയാവണം പള്ളി. പള്ളി വളരെ വൃത്തിയായി പാലിക്കണം. ആ പള്ളിയിൽ വളരെ അച്ചടക്കം പാലിക്കണം. ഇന്നത്തെ നമ്മുടെ പള്ളികളുടെ അവസ്ഥ കണ്ടാലോ? പള്ളികൾ ഏതെങ്കിലും അറബ് സഹോദരങ്ങളുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ട് വലിയ പള്ളികൾ മുഴത്തിന് മുഴമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് പള്ളികളുണ്ട്. ഉദ്ഘാടനം ചെയ്യപ്പെട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആ പള്ളിക്കകത്തേക്ക് കയറിയാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, വേദനിക്കാത്ത മനസ്സുകളുണ്ടോ? താഴോട്ട് നോക്കിയാലും മുകളിലേക്ക് നോക്കിയാലും ചുമരിന്റെ കോർണറുകളിലേക്ക് നോക്കിയാലും ഒക്കെ മാറാല കെട്ടിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ചെലന്തി വല കൂട്ടിയിരിക്കുന്നു. അവിടെവിടെയായി ചിതൽ പുറ്റുകൾ ഉയർന്നു പൊങ്ങിയിരിക്കുന്നു. എലിക്കാഷ്ടവും പല്ലിക്കാഷ്ടവും കൊണ്ട് പള്ളികൾ മലീമസമായിരിക്കുന്നു. വൃത്തിയില്ല. ടോയ്ലറ്റിന്റെ ഭാഗത്തേക്ക് അടുത്ത ഭാഗത്ത് നിന്ന് നിസ്കരിക്കുന്നവന് മൂത്രത്തിന്റെ ദുർഗന്ധമാണ് ഉണ്ടാകുന്നത്. പരിസരങ്ങളിൽ മുഴുവനും പള്ളിയുടെ മിഹ്റാബിന്റെ മുകളിലും അടിയിലും മിമ്പറിന്റെ അടിയിലുമൊക്കെയായി കടലാസുകളും വാരി വലിച്ചിട്ട് പത്രക്കെട്ടുകളും നോട്ടീസുകളും സംഘടനാ വാർത്തകളും എല്ലാം കൂടി ചുരുട്ടിക്കൂട്ടിയിട്ട് പള്ളിക്കകത്താകെ കൂടി അങ്ങ് കയറി നോക്കിയാൽ ആകെ കുത്തഴിഞ്ഞു കിടക്കുന്നവരും മാനസികമായി വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരവസ്ഥ ഇന്ന് മുസ്ലിമീങ്ങളുടെ പള്ളികളിൽ കണ്ടുവരികയാണ്. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് ഈ വേദന ഉണ്ടാവില്ലേ? നമ്മുടെ വീട്ടിൽ കയറിയെല്ലാം ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ വൃത്തിയില്ലാതെ കിടക്കുന്നു. അവിടെ എവിടെയായി മാറാല കെട്ടിയിരിക്കുന്നു, ചെതലരിച്ചിരിക്കുന്നു, പല്ലിക്കാഷ്ടമുണ്ട്, എലിക്കാഷ്ടമുണ്ട്, പലതുമുണ്ട്. നമ്മൾ എന്താ പറയാ? അത് ഉടനെ എടുത്ത് ക്ലീനാക്കാൻ നോക്കും. പക്ഷേ ആര് ക്ലീനാക്കാൻ? പള്ളികളിൽ ഇത് കണ്ടാൽ തന്നെ എല്ലാവരുടെയും മനസ്സിന്റെ സ്ഥിതി എന്താ? ഇതൊന്നും എനിക്ക് പറഞ്ഞതല്ല. എവിടെ പള്ളിയുടെ പ്രസിഡന്റ്? എവിടെയാ സെക്രട്ടറി? എവിടെ അതിനെ ഏൽപ്പിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നില്ല? ഇവിടെ അയാളെ വിളിച്ചിട്ട് 4 ഒച്ചട്ട് നമ്മൾ പറയും, നിങ്ങളിത് കണ്ടില്ലേ? നിങ്ങൾ പിന്നെ എന്തിനാ ശമ്പളം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്? എന്താ നിങ്ങൾക്കിത് വൃത്തിയാക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് പള്ളിയുടെ കമ്മിറ്റിക്കാരെയും അവിടെയുള്ള പരിചാരകന്മാരെയും അവിടെയുള്ള ശുചീകരണത്തിന് ഏൽപ്പിക്കപ്പെട്ട ആളുകളുടെയും ഒക്കെ നേരെ തട്ടിക്കയറാൻ മാത്രമാണോ മുസ്ലിമേ നമുക്കുള്ള ബാധ്യത? അയാളുടെ ഡ്യൂട്ടി നിർവഹിക്കണം, അത് വേറെ വിഷയം. പക്ഷേ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരു അഴുക്ക് കണ്ടാൽ, അള്ളാഹുവിന്റെ ഭവനം ഇങ്ങനെ മാറാല പിടിച്ച് കിടക്കുന്നത് കണ്ടാൽ, അള്ളാഹുവിന്റെ ഭവനത്തിൽ വൃത്തിഹീനമായ കാര്യങ്ങൾ കണ്ടാൽ, അത് ശുചീകരിക്കുന്ന മനുഷ്യനുള്ള പുണ്യം എത്രയാണ്! മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനത്തെ പള്ളി, അത് ദിനേന വൃത്തിയാക്കാൻ ആളുണ്ടായിരുന്നു, ദിനേന ശുദ്ധീകരിക്കാൻ ആളുണ്ടായിരുന്നു. ആ മഹദിയായ ഉമ്മ, ആ ഉമ്മയെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ചെന്നപ്പോൾ കാണുന്നില്ല. ഒരു കറുത്ത വർഗക്കാരിയായ ഒരു ഉമ്മ മദീന മസ്ജിദ് വളരെ കൃത്യമായി ചെലന്തി വല കൂട്ടാതെ, വൃത്തികേടുകൾ ഇല്ലാതെ, ആ ഉള്ള പള്ളി വളരെ വൃത്തിയായി അടിച്ചുവാരി വളരെ വൃത്തിയോടെ സംരക്ഷിച്ചിരുന്ന ആ ഉമ്മയെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാതെ വന്നപ്പോൾ ചോദിക്കുന്നു, അവരെവിടെ പോയി? സഹാബിമാർ അവരുടെ കാര്യം അത്ര ഗൗനിക്കാതെ അവർ മരണപ്പെട്ട വിവരം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാതെ അവരുടെ ജനാസ കൊണ്ടുപോയി ഖബറടക്കുകയാണുണ്ടായത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയാണ്. അവിടുത്തെ മനസ്സിൽ അത് വിഷമമുണ്ടാക്കുന്നു. സഹാബിമാര് പറയുന്നു, അവർ ഇന്നലെ മരണപ്പെട്ടു പോയി നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരത്ര ഗൗനിച്ചില്ല. പള്ളി അടിച്ചു വാരുന്നൊരു കറുത്ത വർഗക്കാരിയായ സ്ത്രീയല്ലേ, പ്രവാചകനോട് പറയണ്ട എന്ന അവരുടെ കാര്യം ഒത്തിരി നിസ്സാരമാക്കിയതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്നാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പരിതപിക്കുന്നത്. ആവട്ടെ അവരുടെ ഖബർ എനിക്ക് കാണിച്ചു തരൂ എന്നായി പ്രവാചകന്റെ അടുത്ത ആവശ്യം. അവരുടെ ഖബർ എനിക്ക് കാണിച്ചു തരൂ. ദുല്ലൂനി അലാ ഖബരിഹാ, അവരുടെ ഖബർ എനിക്ക് കാണിച്ചു തരൂ. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനതാ അവരുടെ ഖബർ കാണിച്ചു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മയുടെ ഖബറിന്റെ സമീപത്ത് പോയി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി അതാ ജനാസ നിസ്കരിക്കുന്നു. നോക്കണം, അള്ളാന്റെ പള്ളി അടിച്ചു വാരുന്ന, അള്ളാന്റെ പള്ളി വൃത്തിയായി സൂക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ ഭവനത്തിലുണ്ടാകുന്ന വൃത്തികേടുകളെ എടുത്ത് നീക്കം ചെയ്യുന്ന, അവിടെ വളരെ വൃത്തിയിൽ സംവിധാനിക്കുന്ന, വൃത്തിയിൽ കാര്യങ്ങൾ നോക്കുന്ന ഒരു മനുഷ്യനുള്ള പരിഗണനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചെയ്തത്. അതേ, അവർക്ക് വേണ്ടി പ്രത്യേകം അവരുടെ ഖബറിങ്കൽ വെച്ച് നബിതങ്ങൾ ജനാസ നിസ്കരിക്കാൻ മാത്രം മഹത്വമുണ്ടായത് എന്തുകൊണ്ടാണെന്നോ, അള്ളാഹുവിന്റെ ഭവനം ശുചീകരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന ഒരു സഹോദരിയായിരുന്നു അവര്. നമുക്കെന്നാ ഒരു വില ഉണ്ടോ? നമ്മൾ കണ്ടാ വേഗം വിളിച്ച് നോക്കട, ഇതെടുത്ത് ക്ലീനാക്കട, എന്താ ഇങ്ങനെയൊക്കെ കിടക്കുന്ന പള്ളി? അങ്ങനെയാണോ നമ്മുടെ ബാധ്യത? അല്ല. നമുക്ക് അല്ലാഹുവിന്റെ ഭവനം ശുദ്ധീകരിക്കുന്നതിൽ നാം സഹകരിച്ചാൽ നമുക്കെത്ര പുണ്യമാണ്. അള്ളാന്റെ ഭവനത്തിലതാ എത്രയോ നൂറുകണക്കിന് മനുഷ്യന്മാര് വെള്ളിയാഴ്ച വന്നുകൂടുന്നുണ്ട്. പല വഖത്തുകളിൽ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. എന്റെയും നിങ്ങളുടെയും വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നു എന്ന ഫോൺ കോൾ കിട്ടിയാൽ, ഒരതിഥി എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന വിവരം എനിക്ക് കിട്ടിയാൽ, ഞാനതാ അടിച്ചുവാരി വൃത്തിയാക്കി തൂത്ത് അതേ റൂമുകളെല്ലാം എന്നെ കൊണ്ടാവും വിധത്തിൽ സംവിധാനിച്ച് വെച്ച് അവിടെ അതാ എയർ ഫ്രഷ്നർ അതേ അടിച്ചുകൊണ്ടൊരു സുഗന്ധമുള്ള ഒരു അന്തരീക്ഷമാക്കുന്നു, ബുഖൂർ പുകക്കുന്നു. അതേ അവസരത്തിലതാ നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന, ആഴ്ചതോറും ദിനേന 5 നേരവും ഒരുമിച്ച് കൂടുന്ന പള്ളികളിലേക്ക് ഒരു നേരമൊന്ന് സുഗന്ധം പുകപ്പിക്കാൻ, അവിടെ ഒന്ന് വൃത്തിയാക്കാൻ, അവിടെയുള്ള അഴുക്കുകൾ നീക്കിയിട്ട് നല്ല ഒരു രൂപത്തിലുള്ള സുഗന്ധം അള്ളാന്റെ ഭവനത്തിൽ വരുന്ന അതിഥികൾ അനുഭവിക്കട്ടെ എന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസികമായ അവസ്ഥ ഇന്ന് ഒരുപാട് മനുഷ്യന്മാരുടെ മനസ്സുകളിൽ നിന്ന് എടുത്തു പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് അങ്ങനെ ഒരു ചിന്തയെ നമുക്കില്ല. എൻ്റെ വകയായിട്ടൊന്ന് പള്ളിയിലൊരു സുഗന്ധം പുകക്കട്ടെ, എൻ്റെ വകയായിട്ടൊന്ന് പള്ളിയിലൊരു സുഗന്ധം പുകക്കട്ടെ, ഞാനൊന്ന് പള്ളി ക്ലീൻ ചെയ്യട്ടെ, ഞാനെ കാണുന്ന വൃത്തികേട് എൻ്റെ കൈ കൊണ്ട് ഞാനൊന്ന് എടുത്തു നീക്കട്ടെ. അതേ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകമായി പാപമോചനം കിട്ടുന്ന കാര്യമാണ് പള്ളിയിൽ നിന്ന് വൃത്തികേടിന്റെ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ വസ്തുവെങ്കിലും എടുത്ത് പുറത്തേക്കിടുന്നത് നമ്മുടെ പാപമോചനത്തിന് നിമിത്തമാണെന്ന അർത്ഥത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട്. അത്ര മുസ്ലിമിന്റെ മനസ്സിൽ വളരെയേറെ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കേന്ദ്രമാണ് അള്ളാന്റെ ഭവനം. ആർക്കാണ് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ റസൂല് ഓഫർ ചെയ്തത്? എന്ത്? ആർക്കും തണലില്ലാത്ത ദിവസത്തിൽ സൂര്യനൊരു ആണ് മീതെ കത്തിജ്വലിക്കുമ്പോൾ പടച്ച റബ്ബൊരുക്കുന്ന പ്രത്യേകമായ ശീതളഛായയിൽ അവന്റെ പ്രത്യേകമായ തണൽ വിരിച്ചു കൊടുക്കുന്ന മഹാന്മാരെ മഹദികളെ കുറിച്ച് എണ്ണിയപ്പോൾ മൂന്നാമതായി എണ്ണിയതാരെയാണ്? റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. ഒരു മനുഷ്യന്റെ ഹൃദയമതാ, അവന്റെ ഹൃദയം എപ്പോഴും പള്ളിയുമായി കണക്റ്റഡ് ആണ്. എപ്പോഴും അവന്റെ ഖൽബിൽ പള്ളിയുമായിട്ടൊരു കണക്ഷൻ. പള്ളിയിൽ എന്താണാവോ? ജമാഅത്തിന്റെ സമയമോ, അവിടെ വൃത്തിയുണ്ടോ, അവിടെ ലൈറ്റ് ഉണ്ടോ, അവിടെ ഫാൻ ഉണ്ടോ, അവിടെ എന്തെങ്കിലും കുറവുണ്ടോ, അവിടെ എന്തെങ്കിലും വൃത്തികേടുണ്ടോ, അവിടെ വല്ല ദുർഗന്ധമുണ്ടോ, അവിടെ വരുന്നവർക്ക് വല്ല പോരായ്മകളുണ്ടോ, എന്തെങ്കിലും രൂപത്തിലുള്ള കുറവുകൾ ആ പള്ളിയിലുണ്ടോ, അവിടെയുള്ള ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ വകയുണ്ടോ, അതിന്റെ പരിപാലനം എങ്ങനെയാ നടക്കുന്നത്? ഇതൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ? അതൊക്കെ ശ്രദ്ധിക്കാൻ ആർക്കേ കഴിയൂ എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കേണ്ടത്. പടച്ച റബ്ബിന്റെ പള്ളികളുടെ പരിപാലനം എല്ലാ അർത്ഥത്തിലും അതിൽ ശ്രദ്ധിക്കാൻ ആർക്കേ കഴിയൂന്നാ അല്ലാഹ് പറയുന്നത്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅഖാമസ് സ്വലാത്ത വആതസ് സകാത്ത വലം യഖ്ശ ഇല്ലല്ലാഹ് ഫഅസാ ഉലൈക അയ്യകൂനൂ മിനൽ മുഹ്തദീൻ. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹിന്റെ പള്ളികൾ പരിപാലിക്കുക. 2 നിലക്കുണ്ട് പള്ളികളുടെ ഇമാറത്ത്. പള്ളികളുടെ ഇമാറത്ത് 2 നിലക്കുണ്ട്. ഒന്ന് ലാഹിറായ പരിപാലനം. അതെന്താ? അവിടെയുള്ള സംവിധാനങ്ങൾ, കറണ്ട്, ഫാന്, വെള്ളം,
നിസ്കരിക്കാനുള്ള സംവിധാനം, ഇടിഞ്ഞു പൊളിഞ്ഞില്ലാത്ത രൂപത്തിൽ അതിൻ്റെ പരിപാലനം, അവിടെയുള്ള ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളും ശ്രദ്ധിക്കണ്ടേ? അള്ളാന്റെ ഭവനത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു പള്ളി, നമ്മുടെയൊക്കെ മഹല്ലുകളിൽ പ്രയാസം സഹിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാർ കൊണ്ടു നടക്കുന്ന പള്ളികളുണ്ട്, ആരും ശ്രദ്ധിക്കാനില്ല. നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. എൻ്റെ വക ഓരോരുത്തർക്കും ഏറ്റെടുത്തൂടെ? ഓരോരുത്തരുടെ പരിസരങ്ങളിലുള്ള പള്ളികൾ, ഒരു മാസത്തെ കറണ്ട് ബില്ല് ഞാനടക്കും, ഒരാൾക്ക് തീരുമാനിച്ചുകൂടെ? അവിടെ നടക്കുന്ന ഇബാദത്തുകൾക്കെല്ലാം വെളിച്ചം പകരുന്നത് ഒരു മാസത്തെ കറണ്ട് ബില്ല് എൻ്റെ വക, വാട്ടർ ഇലക്ട്രിസിറ്റി എൻ്റെ വക, ഒരു മാസത്തെ മുഅല്ലിമിനുള്ള, മുതഅല്ലിമിനുള്ള, മുഅദ്ദിനിനുള്ള, ഇമാമിനുള്ള ശമ്പളം അതിന്റെ പകുതി എൻ്റെ വക. ഇങ്ങനെ ഓരോരുത്തരും സമൂഹത്തിൽ അങ്ങ് ഏറ്റെടുത്താൽ ഏത് പള്ളികളാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ന് സമൂഹം കഷ്ടപ്പെടേണ്ടി വരിക? ഇതൊക്കെ നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതിലൊക്കെ ശ്രദ്ധ ആർക്കേ ഉണ്ടാകൂന്നല്ല പറയുന്നത്? അല്ലാഹുവിന്റെ ഭവനങ്ങൾ പരിപാലിക്കുന്നവർ ആര് മാത്രമാണ്? മന്നാമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ, വൽ യൗമിൽ ആഖിരി, പരലോക വിശ്വാസമുള്ളവർ, വഅഖാമസ്സലാഹ്, നമസ്കാരം നിലനിർത്തുന്നവർ, വഅതസ് സകാത്ത്, സകാത്ത് കൊടുത്തു കിട്ടുന്നവർ, വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ഒരാളെയും ഭയപ്പെടാത്ത ജീവിക്കുന്ന ആളുകൾ. ഇവർക്ക് ഇതിലൊക്കെ ശ്രദ്ധ ഉണ്ടാവും. ഇതിലെല്ലാവർക്കും ഭാഗവാക്കാവാ, ഇതിലെല്ലാവർക്കും ഭാഗവാക്കാവാ, സഹോദരിമാർക്ക് ഭാഗവാക്കാവാ. എൻ്റെ അറിവിൽ തന്നെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാം. പല പ്രദേശങ്ങളിൽ നമ്മുടെ പള്ളികളിൽ പരിപാലനത്തിന് ഫണ്ടില്ലാതെ വിഷമിക്കുന്നുണ്ട്. എൻ്റെ വക ഒരു മാസത്തിൽ ഞാൻ ഇത്ര തന്നുകൊള്ളാം എന്ന് പറഞ്ഞാൽ കൃത്യമായി ആ പള്ളിയുടെ അഡ്രസ്സും ആ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പരിപാലനത്തിന് വരുന്ന ചെലവും നിങ്ങൾ ഒടുക്കുന്ന സംഖ്യയും അതിൻ്റെ കൃത്യമായ റെസിപ്റ്റും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരാൻ ഈ ഉള്ളവൻ ഒരുക്കമാണ്. സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ് പ്രിയമുള്ളവരെ. എന്താ കാരണം? അത്രയും പല സ്ഥലങ്ങളിലും പള്ളികൾ പരിപാലിക്കപ്പെടാതെ, നല്ല രൂപത്തിലുള്ള ഒരു ഖിറാഅത്തുള്ള മുഅദ്ദിനിനെ കിട്ടാതെ, മുഅദ്ദിനിനെ കിട്ടുന്നില്ല, ഇമാമിനെ കിട്ടുന്നില്ല, ഖതീബിനെ കിട്ടുന്നില്ല. എന്താ പ്രശ്നം? മതിയായ രൂപത്തിലുള്ള വേതനം കൊടുത്തെങ്കിലല്ലേ? അവർക്കും കുടുംബമില്ലേ മുഅദ്ദിനിന്? അയാൾക്കും കുടുംബമില്ലേ? കഴിഞ്ഞു പോകേണ്ടതില്ലേ? കിട്ടാതെയാകുമ്പോ മറ്റു സ്ഥലങ്ങളിലേക്ക് തൊഴിലന്വേഷിച്ച് പോകേണ്ടി വരുന്നു. ഈ മേഖലയിൽ ആളെ കിട്ടാതെ പോകുന്നു. ഇതിലൊക്കെ നമുക്കും ചെയ്യാനുള്ള പലതുമുണ്ട് എന്നാണ് പ്രിയമുള്ളവരെ സാന്ദർഭികമായിട്ട് ഉണർത്തുന്നത്. ഈമാനുള്ള ആളുകൾക്ക് പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്നാണ് അല്ലാഹു തആല ഉണർത്തുന്നതെങ്കിൽ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിന്റെ ഒരു പങ്ക് നമുക്ക് വലിയ അധ്വാനമില്ലാതെ തന്നെ വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകപ്പെടുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സഹകരിച്ചുകൊണ്ടായാൽ നമ്മുടെ ഖബറിലും നാളെ പരലോകത്തും നമുക്കത് വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് പ്രിയമുള്ളവരെ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നാം അല്ലാഹുവിന്റെ പള്ളികളിൽ പ്രവേശിക്കുന്ന അതിന്റെ നിയമമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ നിലക്ക് പള്ളികളിൽ, അതെ, നമ്മളിപ്പോ പ്രഭാതത്തിലായി പള്ളിയിൽ പ്രവേശിച്ചു. ആ പ്രവേശിക്കുമ്പോഴുള്ള നിയമങ്ങൾ പറഞ്ഞു. പടച്ച റബ്ബിന്റെ ഭവനത്തിന്റെ ആ ശുചീകരണവും അവിടെ പാലിക്കേണ്ടുന്ന അച്ചടക്കവും. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ പള്ളിയിൽ ചെന്ന് നോക്കിയാൽ ഫജ്ർ നമസ്കാരത്തിന് ആളുകളുടെ എണ്ണം വളരെ കൂടേണ്ട ഒരു സമയമാണ്. എല്ലാ പള്ളികളിലും വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിറഞ്ഞു കവിയേണ്ട നേരമാണേത്? ഫജ്ർ നിസ്കാരം. എന്താ കാരണം? മറ്റവസരങ്ങളിൽ ളുഹറിന് ആളുകൾ തൊഴിലിന് പോയിട്ടുണ്ടാവും, അസറിന് പലപ്പോഴും ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടാവും, മഗ്രിബിന് ഡ്യൂട്ടി കഴിഞ്ഞ് യാത്രയിൽ ഇങ്ങോട്ടായിരിക്കും, ഇശാക്ക് ഒരു പക്ഷേ എത്തിയിട്ടുണ്ടാവില്ല. എല്ലാവരും എത്തി സുഖമായി പങ്കെടുക്കാൻ ഒരു മഹല്ലിൽ, ഒരു പ്രദേശത്ത്, ഒരു ഫ്ലാറ്റിന് ചുറ്റും, ഒരു പ്രദേശത്ത്, ഒരു മിന്തഖയിൽ, ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ പള്ളികൾ നിറഞ്ഞ് കവിയേണ്ടുന്ന നേരം വാസ്തവത്തിലേതാ? ഫജ്ർ ജമാഅത്തിന്റെ നേരമാണ്. എന്നാൽ നമ്മൾ രാവിലെ പള്ളിയിലേക്കാണ്ട് എത്തി നോക്കിയാലോ, പള്ളിയിൽ നാം ചെന്നു നോക്കിയാലോ കാണുന്ന കാഴ്ച എന്താണ്? മറ്റവസരങ്ങളിൽ ഉള്ളതിന്റെ 4/1, 8/1, 10/1 ആളുകൾ മാത്രമാണ് ഫജ്റിന് പള്ളിയിലുള്ളത്. ഇവരൊക്കെ എവിടെ പോയി? എല്ലാവരും ആ പള്ളിയുടെ പരിസരത്ത് തന്നെ ഉണ്ട്, എവിടെ പോയിട്ടില്ല. എല്ലാവരും നൈറ്റ് ഡ്യൂട്ടിക്കാരാ, എല്ലാവരും രാത്രിയിൽ ഡ്യൂട്ടി ആയിട്ടാ? അല്ല, എല്ലാവരും അവിടെ കിടക്കുന്നുണ്ട്. അവരൊക്കെ കേട്ടിട്ടില്ലേ? അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം. നമസ്കാരമാണ് ഉറക്കിനേക്കാൾ ഏറ്റവും ഉത്തമം. നമസ്കാരമാണ് ഉറക്കിനേക്കാൾ ഏറ്റവും ഉത്തമം. ഹയ്യ അലസ്സലാഹ്,
നിസ്കാരത്തിലേക്ക് വരൂ, ഹയ്യ അലൽ ഫലാഹ്, വിജയം നേടാനുള്ള പദ്ധതി ഇതാ, ഇങ്ങോട്ട് വരൂ. ഈ വിളി കേൾക്കാഞ്ഞിട്ടല്ല, ഈ വിളി കേട്ടുകൊണ്ട് അതിന്റെ പരിസരത്തൊക്കെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്നുണ്ട്, നല്ല സുഖസുഷുപ്തിയിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ പ്രിയമുള്ളവരെ, എത്രത്തോളം വലിയ അബദ്ധത്തിലേക്കാണ് മനുഷ്യനാ ചെന്ന് ചാടിയത്. ചിലരൊക്കെ ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് അതേ സ്ഥിരമായിട്ട് അവര് പള്ളിയിൽ പോകൂല, അവരവരുടെ റൂമിൽ വെച്ച് പെട്ടെന്ന് നിസ്കരിച്ച് കിടന്നുറങ്ങും. നമുക്ക് അനുവദിക്കപ്പെട്ട സംഗതിയാണോ? പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് അവന് പള്ളിയിൽ പോയി നിർവഹിക്കൽ നിർബന്ധമായ സംഗതിയല്ലേ? അതെ, ഒരു ജമാഅത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എത്രയാ അതിന് കിട്ടുന്ന കൂലി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുൽ ജമാഅത്തി തഫ്ളുലു സ്വലാത്തൽ ഫസ്ദി ബി27 ദറജ. അതെ, ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി കൊണ്ട് നിസ്കരിക്കുന്നവന് 27 ഇരട്ടി പ്രതിഫലമാണ് ലഭ്യമാകുന്നത്. ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സിലാക്കണം. അവര് പോയാൽ അവർക്കും കിട്ടും. അവര് വിളിച്ചുണർത്തിയിട്ട് മക്കളെ പറഞ്ഞേക്കണം, ഭർത്താവിനെ പറഞ്ഞേക്കണം, പോകാൻ സൗകര്യമുണ്ടെങ്കിൽ അവരും പോകണം. പോയാൽ അവർക്കും കൂലി തന്നെയാണ്. വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നവനോട് ഒരാൾ പറയുകയാണെന്ത്, ഒരാൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണ്, എന്താ ഇപ്പൊ ഇവിടുന്ന് നിസ്കരിച്ചാലും കുഴപ്പമൊന്നുമില്ല, പള്ളി ഇപ്പൊ 27 കൂലുണ്ട്, അതൊക്കെ ശരി തന്നെ, എന്നാലും ഇപ്പൊ ഇവിടുന്ന് നിസ്കരിച്ചാൽ എന്താ? ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിസ്സാരമായ ഒരു അവഗണനയാണ് ഈ കാര്യത്തിൽ ജമാഅത്തിനോട് കാണിക്കുന്നത്. വാസ്തവത്തിൽ ഇങ്ങനെ അവഗണന കാണിക്കുന്ന ഒരു മനുഷ്യനോട് പറയണത്, നിന്റെ നേരെ ഫ്ലാറ്റിന്റെ താഴെയുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 27 രൂപ കൊടുത്താൽ കിട്ടുന്ന സാധനം 1 കിലോമീറ്റർ അപ്പുറത്തുള്ള പള്ളിയുടെ താഴെ ഒരു ഗ്രോസറി ഉണ്ട്, അവിടെ പോയാൽ 1 ഉറുപ്പ്യക്ക് കിട്ടും എന്ന് പറഞ്ഞാലോ? നിന്റെ നേരെ ബിൽഡിങ്ങിന്റെ താഴെയുള്ള ഗ്രോസറിന്ന് 27 ദിർഹം കൊടുത്താൽ കിട്ടുന്ന ഒരു സാധനം കുറച്ചപ്പുറത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിക്ക് കീഴിലൊരു ബക്കാലുണ്ട്, അവിടെ പോയാൽ 1 ഉറുപ്പ്യക്ക് കിട്ടും. അപ്പൊ എന്താ പറയാ? അത് കിട്ടിക്കോട്ടെ, അതിനിപ്പോ എന്താ? പോ കിട്ടണല്ലോ വാങ്ങിക്കോട്ടെ, വാങ്ങണോ തിന്നോട്ടെ. പറയൂല, ഓടും. 27 പോയിട്ട് 50 പൈസ 50 ഫിൽസ് ഓഫർ പ്രഖ്യാപിച്ചാൽ, ഒരു പുതിയ സൂപ്പർ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു മാളിന്റെ ഓപ്പണിംഗ് ആണ്, ഫസ്റ്റ് ദിവസം അവിടെ ആളുകൾ ഇങ്ങോട്ട് തിരക്കൂട്ടിന് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇന്ന് അവിടെ ഫുള്ള് ഫ്രീ ആണ്. അത്ര തിരക്കാണ് അവിടെ. എന്താ? ഏതെങ്കിലും ഒരു ഉള്ളിക്ക് 50 ഫിൽസ് കുറവുണ്ടാവും, അല്ലെങ്കിൽ ഒരു മുളകിന് 45 ഫിൽസ് കുറവുണ്ടാവും. ഓന്റെ താഴെയുള്ള ഗ്രോസറിയിൽ കിട്ടുന്നതിനേക്കാൾ ഒരു 35 ഫിൽസ്. ചിലപ്പോ മത്തി ഓന്റെ താഴെയുള്ള ഗ്രോസറിയിൽ നിന്ന് ഒരു 5 ഉറുപ്പ്യക്ക് കിട്ടുന്നത് അവിടെ ഒരു 3.25 വില ഇട്ടിട്ടുണ്ടാവും. ഈ 1.25, 2.25, അരക്കാലിനും ഇരക്കാലിനും വേണ്ടിയിട്ട് മനുഷ്യങ്ങനെ വെയിലും കൊണ്ട് നടക്കും. എന്ന് അവിടെ ഓഫർ ഉണ്ട്, തെൻസീലാത്ത് കുബറ എന്നാണ്. തെൻസീലാത്ത് കുബറ. എന്താണോ കുബറ? ഭൗതികമായ ലോകത്ത് ഒരു 50 ഫിൽസ് വലിയ കുബറ. അതേ പടച്ച റബ്ബ് പറയുന്നു, നിന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹുവിന്റെ ഭവനത്തിൽ പോയി നിസ്കരിക്കുന്നതെന്ന് പറയുമ്പോ അത് ശ്രദ്ധിക്കാതെ ദുന്യാവിന്റെ കേവലം ചില്ലിക്കാശിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മളെ പറ്റിയല്ലേ സൂറത്തുൽ അഅലയിൽ അല്ലാഹ് പറയുന്നത്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ഈ ലോക ജീവിതത്തിനത്രേ അവര് പ്രാധാന്യം കൽപ്പിക്കുന്നത്. ആഖിറമാണ് ഏറ്റവും ഉത്തമവും എത്രയും കാലം ബാക്കി നിൽക്കുന്ന എന്നെന്നും ജീവിക്കാനുള്ള കേന്ദ്രവും പരലോകമാണെന്നിരിക്കെ ദുന്യാവിന്റെ ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ അവര് പ്രാധാന്യം കൽപ്പിക്കുന്നത്. നമ്മൾ ആലോചിക്കണം. അപ്പൊ ഇത്ര വലിയ മഹത്വമാണ് നമ്മൾ ആ ഒരു പ്രത്യേകമായ കർമ്മം പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത്, ആരെ നിസ്കരിക്കാതെ സ്വന്തം റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതിലൂടെ കാണുന്നത്. അതല്ലേ മുനാഫിക്കിനെ സംബന്ധിച്ചു പറഞ്ഞത്? അല്ലേ? മുനാഫിക്കിനെ പറ്റി എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു? ഇപ്പൊ ഒരാളോട് പറയണേ, പള്ളിയിൽ നിസ്കാരത്തിന് ജമാഅത്തിനെത്തുന്ന വീട്ടിലെ ഓരോ മെമ്പർക്കും പെർ ഹെഡ് 20 ദിർഹം വീതം ക്യാഷ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലോ, എന്തായിരിക്കും തിരക്ക്! ഭയങ്കര തിരക്കാവും. 20 ദിർഹം ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തർ, ആരൊക്കെ പള്ളിയിലൊന്നോ എല്ലാവർക്കും 20 ദിർഹം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചു എന്ന് സങ്കല്പിക്കുക. ഞാനൊരു സാങ്കല്പിക ചോദ്യമാണ് ചോദിക്കുന്നത്. എന്താവും പള്ളിയിലെ തിരക്ക്? അതേ അവസരത്തിൽ
അപ്പൊ അവിടെ ഭയങ്കര തിരക്കാകും. എന്താ കാരണം? അവിടെ ദുന്യാവുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ പറഞ്ഞു. നിസ്കാരത്തിന് ജമാഅത്തിന് പോകാത്ത മുനാഫിഖ്, ജമാഅത്തിന് പള്ളിയിലേക്ക് പോകാത്ത മുനാഫിഖ്, വലൗ അലിമ അഹദുക്കും അന്നഹു ഇദാ വജദ അറഖൻ സമീനൻ മിൻ ശാത്തിൻ സമീനത്തിൻ ഔ മിർമാതൈൻ ഹസനതൈൻ ലഅതൈതുമുഹാ അജ്മഈൻ. ഈ ജമാഅത്തിന് പോകാതെ പിന്തി നിൽക്കുന്ന മനുഷ്യന്മാരെങ്കിലും ഒരാട്ടിന്റെ നല്ലൊരു പീസ് അവിടെ പോയാൽ തിന്നാൻ കിട്ടുമെന്ന് മനസ്സിലാക്കിയാൽ, അതല്ലെങ്കിൽ നല്ല രണ്ട് മാംസക്കഷണങ്ങൾ, നല്ല 2 ഭക്ഷണ സാധനങ്ങൾ പള്ളിയിൽ പോയാൽ കിട്ടുമെന്ന് വന്നാൽ ലഅതൈതുമുഹാ അജ്മഈൻ, അവർ മുഴുവനും ആ പള്ളിയിൽ വന്നു ചേരുക തന്നെ ചെയ്യുമായിരുന്നു. ഇതാമുഖമായി പറഞ്ഞിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വർത്താനം കേട്ടോളി. ആ വർത്താനം കേട്ടാൽ ഇനി നമുക്ക് പള്ളിയിൽ നിന്നല്ലാതെ നിസ്കരിക്കാൻ തോന്നൂല. എന്താ പറഞ്ഞിരുന്നറിയോ? ലഖദ് ഹമംതു, ഞാൻ വിചാരിച്ചു പോയി, അന്നാമുറ ബിസ്സലാത്തി, നിസ്കാരത്തിന് ഒരാളോട് ഇഖാമത്ത് വിളിക്കാൻ പറഞ്ഞിട്ട് അതേ വേറൊരാളെ നിസ്കാരത്തിന് പള്ളിയിൽ ഏർപ്പാട് ചെയ്തിട്ട് സുൽമാഹുദ് ഹുസമം മിൻ ഹുതബിൻ ഹതബിൻ, ഒരു വിറകിന്റെ കെട്ടുമായിട്ട് ഞാൻ ഫാത്തിയല്ലദീന തഖല്ലഫു അനിസ്സലാ, പള്ളിയിലേക്ക് ജമാഅത്തിന് നിസ്കാരത്തിന് വരാതെ വീട്ടിൽ വെച്ച ഏർപ്പാട് നിർവഹിക്കുന്നവന്റെ വീട്ടിലേക്ക് ഈ വിറകും കെട്ടുമായിട്ട് ഞാൻ പോയിട്ട് ഫൗഹരിഖ അലൈഹിം ബുയൂതഹും, അവരുടെ വീടടക്കം അവരെ അതിന്റെ ഉള്ളിലിട്ടിട്ട് കത്തിച്ചാമ്പലാക്കിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അതിന്റെ ഉള്ളിലിട്ടോ എൻ്റെ പേരടക്കം ഞാൻ കത്തിക്കാൻ വിചാരിച്ചു പോയി. എത്രയിൻ്റെ ഗൗരവം! പള്ളിയിൽ നിസ്കരിക്കാൻ വരാതെ പൊരീന ഏർപ്പാട് ചെയ്യുന്നു, എൻ്റെ വീടടക്കം കത്തിക്കാൻ ഞാൻ വിചാരിച്ചു പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പോൾ പള്ളിയിലേക്ക് ജമാഅത്തിന് പോകൽ ഫർള് കിഫയാണോ സുന്നത്താണോ ഫർള് ഐനാണോ? ഫർള് ഐന. എല്ലാവരും പോകണം, നിർബന്ധം. പോകാൻ വല്ല ഉദുറും, അള്ളാന്റെ അടുക്കൽ സമ്മതമാകുന്ന വല്ല ഉദുറുണ്ടെങ്കിൽ അള്ളാഹ് പുറത്തു തരും. അതല്ലാത്തവരൊക്കെയും പള്ളിയിൽ തന്നെ ജമാഅത്തിന് പോകണം. നമ്മുടെ നിത്യജീവിതം, മുസ്ലിമിൻ്റെ ഒരു ദിവസം നമ്മുടെ വിഷയം മറക്കരുത്. നമ്മുടെ ഒരു ദിവസത്തിൽ നമുക്കത് വളരെ ശ്രദ്ധ വേണം. അത് പ്രഭാതത്തിൽ, അത് ഫജറിൽ അല്ലാഹുവിൻ്റെ മലക്കുകൾ മുഴുവനും പ്രത്യേകമായി സംഗമിക്കുന്ന, 2 നേരത്ത് ഡ്യൂട്ടിയിൽ ഏൽപ്പിക്കപ്പെട്ട, പകൽ സമയത്തും രാത്രി സമയത്തും ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട അല്ലാഹുവിൻ്റെ മലക്കുകൾ സംഗമിക്കുന്ന സംഗമവേദിയായ ആ നിസ്കാരത്തിന് പ്രത്യേകിച്ചും. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാകണം. ആ വിഷയത്തിൽ എന്തൊരു പ്രവൃത്തിയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ കുടുംബത്തിൽ ഭാര്യമാർക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ വീട്ടിൽ വെച്ച് ഉള്ള സൗകര്യങ്ങളിൽ അവിടുത്തെ കുടുംബത്തോടൊപ്പം വീട്ടിലുള്ള വേലകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹകരിക്കുന്ന നേരത്ത് പോലും കാന യകൂനു ഫീ മിഹനതി അഹ്ലിഹി, തൻ്റെ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ വീട്ടുജോലികളിൽ പ്രവാചകൻ ഏർപ്പെടുമ്പോൾ ഫൈദാ സമിഅൽ അദാന ഖറജ, ബാങ്ക് കേട്ടാൽ പിന്നെ അതൊക്കെ അവിടെ വെച്ചു പള്ളിയിലേക്ക് ഉടൻ പോകും. ബാങ്ക് വിളി കേട്ടാൽ ഉടനെ പോകണം. എന്ത് ജോലിയാണെങ്കിലും, എന്താ ഹദീസ് എന്ന് പഠിക്കേണ്ടത്? ഏത് ജോലിയാണെങ്കിലും, ജോലിയൊക്കെ നമുക്ക് വേണം, അല്ലാതെ ജീവിക്കാൻ കഴിയുമോ? പള്ളിയിൽ തന്നെ ഇത്തികാഫ് ഇരുന്നാൽ ജീവിക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് ജോലിയൊക്കെ വേണം. ജോലിയൊക്കെ അതിൻ്റെ രൂപത്തിൽ തന്നെ നടക്കട്ടെ, ദുനിയാവ് അങ്ങനെ തന്നെ നടക്കട്ടെ. സമയമായ പള്ളിയിൽ പോകണം, സമയമായ ഖറജ പുറപ്പെടണം. അതായിരിക്കണം നമ്മുടെ മുസ്ലിമിൻ്റെ ഓരോ ദിവസത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടത് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിനിയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ദിവസം എങ്ങനെ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് ചർച്ച ചെയ്യാനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന, ശുദ്ധീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അല്ലാഹുവിൻ്റെ തുണയുണ്ടായി തീരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കിടപ്പുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഒരു പ്രബോധകൻ സലാഹുദ്ദീൻ, ചുഴലി സലാഹുദ്ദീൻ മൗലവി, അദ്ദേഹം നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ, പത്രങ്ങളിൽ നമുക്ക് അറിഞ്ഞതുപോലെ, ഇന്നലെ രണ്ട് ദിവസം മുമ്പ് പേരാമ്പ്രയിൽ അദ്ദേഹം പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ ഏതോ ഇരുട്ടിൻ്റെ ശക്തികൾ അദ്ദേഹത്തിൻ്റെ നേരെ ബോംബെറിഞ്ഞിരിക്കുകയാണ്. പെട്രോൾ ബോംബെറിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ താഴെ മുഴുവൻ കത്തിയിരിക്കുകയാണ്. പത്രങ്ങളിലൊക്കെ ആ ദയനീയമായ രംഗം നമ്മൾ കാണുന്നു. ICUവിലാണ് അദ്ദേഹം. ദുആ ചെയ്യണം പ്രിയമുള്ളവരെ. ഇസ്ലാമിക പ്രബോധകന്മാർക്ക് വേണ്ടി, നമ്മുടെ പണ്ഡിതന്മാർക്ക് വേണ്ടി, നമ്മുടെ പ്രഭാഷകന്മാർക്ക് വേണ്ടി, നമ്മുടെ പ്രവർത്തകന്മാർക്ക് വേണ്ടി. എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? സർവശക്തനായ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന ആദർശം ലോകത്തിൻ്റെ മുമ്പിൽ ഉറക്കെ പറയുന്നു.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യകൾ എവിടെയും നാം പാലിക്കണം എന്ന ഇസ്ലാമിന്റെ കണിശമായ സിദ്ധാന്തം പറയുന്നത് പല ശക്തികൾക്കും അലോസരമാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അക്രമങ്ങളുടെ പരമ്പരകൾ. പണ്ട് കാലം മുതൽക്കേ പ്രവാചക പാരമ്പര്യമുണ്ട് അതിന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാവരോടും വസിയത്ത് പറയുകയാണ്, നിങ്ങളുടെ ദുആകളിലൊക്കെ അദ്ദേഹത്തെ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പല പണ്ഡിതന്മാരും പല രൂപത്തിലുള്ള പ്രയാസങ്ങളിലും അതുപോലെ തന്നെ വേദനകളിലുമൊക്കെ കഴിയുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളിൽ അവരുണ്ടാകണം. ആരുടെയെങ്കിലും അസാന്നിധ്യത്തിൽ സ്ഥലത്തില്ലാത്തവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ അത് കേട്ട് ആമീൻ പറയുന്നുണ്ട്. താങ്കളെയും അള്ളാഹു അതുപോലെയുള്ള വിപത്തുകളിൽ നിന്ന് രക്ഷിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ പ്രാർത്ഥന നമ്മുടെ എല്ലാ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയും ഉണ്ടാകണം. സർവശക്തൻ അവരുടെയൊക്കെ വേദനകൾ എത്രയും വേഗം ശിഫയാക്കി കൊടുത്തുകൊണ്ട് പൂർവോപരി ശക്തിയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആദർശത്തിൻ്റെ പടയൊട്ടത്തിൻ്റെ മേഖലയിലേക്ക് തിരിച്ചു വരാൻ എല്ലാവിധത്തിലുള്ള കരുത്തും സഹായവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്നും എല്ലാ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ആർജവത്തോടുകൂടി അവൻ്റെ ദീനനുസരിച്ച് പ്രവർത്തിക്കാനും അത് പ്രചരിപ്പിക്കാനും അതേ രീതിയിൽ ഈ ലോകത്തോട് വിട പറയാനുമുള്ള ഇസ്സത്ത് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ സ്വർഗ്ഗലോകത്ത് സന്തോഷപൂർവ്വം ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله.